بسم الله الرحمن الرحيم الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ ആഗതനായതിൻ്റെ ഉദ്ദേശം ക്ഷമ, അസ്സബർ എന്ന വിഷയത്തെപ്പറ്റി എന്നിൽ അറിയാവുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ്. അതിനേക്ക് തൗഫീഖ് നൽകിയ നാഥനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അള്ളാഹു ഈ ലോകത്ത് പല വസ്തുക്കളെയും അള്ളാഹു സൃഷ്ടിച്ചു. അതിൽ നിന്നും വളരെ വ്യത്യാസമായാണ് അള്ളാഹു തആല മനുഷ്യന്മാരെ സൃഷ്ടിച്ചത്. ചിന്തിക്കാനുള്ള ബുദ്ധിയും കഴിവുമെല്ലാം അള്ളാഹു തആല കൊടുക്കുകയും ചെയ്തു. അതുകൂടാണ്ട് തന്നെ അള്ളാഹു വിവേകവും കൊടുത്തു. ഇത് ചെയ്യണത് ശരിയാണ്, ഇത് ചെയ്യണത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അള്ളാഹു തആല മനുഷ്യന്മാർക്ക് കൊടുത്തു. അതാണ് അള്ളാഹു തആല സൃഷ്ടിച്ച മനുഷ്യന്മാരും മൃഗങ്ങളും പല വസ്തുക്കളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും ക്ഷമിച്ച് ഞാൻ മടുത്തു, എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ പറയും. ക്ഷമിച്ച് നമ്മൾ മടുത്തു എന്നൊക്കെയും പറയും. ആ ക്ഷമയുടെ പ്രതിഫലം എന്താണെന്ന് നമ്മൾ അറിയുകയാണെങ്കിൽ പിന്നെ നമ്മളെ ഈ ജീവിതകാലം മൊത്തം നമ്മൾ ക്ഷമിച്ചുകൊണ്ടിരിക്കും. ഒരിക്കൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കഅബയുടെ കീഴിൽ താഴെ ഇരിക്കുമ്പോൾ മക്ക പ്രമാണിമാരിൽ ഒരു പ്രമാണിയായ ഒരു സഹോദരൻ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരുപാട് നല്ല ചീത്ത പറയാ, പച്ചയായി ചീത്ത പറയാ, കുറെ നേരമായി പരിഹസിക്കുകയും ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഒന്നാമത്തെ ഖലീഫയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഒന്നും മിണ്ടുന്നില്ല. അവർ ക്ഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചീത്ത പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയാനുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ക്ഷമിക്കാൻ കഴിയുന്നില്ല. എന്നാലും ക്ഷമയുടെ അങ്ങേറ്റം കഴിഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ക്ഷമ കിട്ടു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിന് മറുപടി എന്നോണം സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സദസ്സിൽ നിന്നും എഴുന്നേറ്റ് പോകാൻ ഇടയായി. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പറയുക, നമ്മൾ ഇത്രയും നേരം ക്ഷമിച്ചുകൊണ്ടിരുന്നു, ഇത്രയും നേരം നമ്മൾ മിണ്ടാതിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് മറുപടി എന്നോണം അള്ളാഹുവിന്റെ മലായികത്തുകൾ നമുക്ക് വേണ്ടി മറുപടി പറയുന്നുണ്ടായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. സിദ്ദീഖേ, നിങ്ങൾ എപ്പോഴാണ് അതിന് മറുപടി പറയാൻ തുടങ്ങിയത്? ആ സമയത്ത് അള്ളാഹുവിന്റെ മലായികത്തുകൾ ഈ സദസ്സിൽ നിന്നും എഴുന്നേറ്റ് പോകുന്നതായി ഞാൻ കണ്ടു എന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുപോലെ തന്നെ വേറൊരു സംഭവം, ഒരു ചെറിയൊരു കഥ. ഒരാൾ മറ്റൊരാളെ ഉപദ്രവിക്കുകയാണ്. വളരെ വളരെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മറ്റൊരു സഹോദരനാണെങ്കിൽ അത് ക്ഷമിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ നേരമായിട്ട്. നമ്മളോർക്കും ഈ ക്ഷമിക്കുമ്പോൾ കുറേ നേരമല്ലേ ക്ഷമിക്കണം, ഇവനെന്തായാലും കുഴപ്പമുണ്ടോ നമ്മൾ ആലോചിക്കും. ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും ഉപദ്രവിക്കുമ്പോൾ തിരിച്ച് നമ്മൾ ഉപദ്രവിക്കുന്നവനാണ് ഏറ്റവും ഒരു പ്രശ്നമില്ലാത്തവൻ. പക്ഷെ നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് പറയുമ്പോൾ തിരിച്ച് ക്ഷമിക്കുന്നവനെ നമ്മൾ സൂക്ഷിക്കണം. അവനൊന്ന് കരൾ പൊട്ടി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിക്കുമെന്ന് നമുക്ക് പല ഭാഗങ്ങളിലും കാണാം. ആ ദുആക്ക് ഹിജാബത്തുള്ള ദുആയാണ്. എന്നെ ഇങ്ങനെയാൾ ഉപദ്രവിക്കുന്നുണ്ട് അള്ളാഹുവേ, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല നീ ഇതിന് തക്കമായ ഒരു ശിക്ഷ നീ തന്നെ കൊടുക്കണമല്ല എന്ന് പറഞ്ഞാൽ ആ ദുആക്ക് ഹിജാബത്തുണ്ടെന്ന് നമുക്ക് പല ഭാഗങ്ങളിലും കാണാം. അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നു, ഇന്നല്ലാഹ മഅസ്സാബിരീൻ, ഞാൻ ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നത് നമുക്ക് കാണാം.
ക്ഷമ ഈമാന്റെ പകുതിയാണ് എന്ന് മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാ. അസ്സബ്റു നിസ്ഫുൽ ഈമാൻ, ക്ഷമ ഈമാന്റെ പകുതിയാണ്. അല്ലാഹു തആല പറഞ്ഞു, ഞാൻ ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. അതേപോലെ തന്നെ ഈ ഭയങ്കര വലിയ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ നേരിട്ട ഒരു നബിയാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. വളരെ വലിയ പ്രയാസത്തിലൂടെയാണ് കഴിഞ്ഞു പോയത്. വളരെ വലിയ രോഗങ്ങളും, ആൾക്കാർ കണ്ടാൽ അത് സഹിക്കാൻ കഴിയാത്ത വീതം രോഗങ്ങൾ അല്ലാഹു തആല കൊടുക്കുകയുണ്ടായി. ആ രോഗം ആൾക്കാർ അടുത്തിട്ട് പോകാൻ പോലും പേടിക്കുന്ന ഒരു രോഗമായിരുന്നു. പക്ഷേ അയ്യൂബ് നബി അലൈഹിസ്സലാം അത് ക്ഷമിക്കുകയുണ്ടായി. ഒരു ഭാര്യ ഭർത്താവ് ചെയ്യുന്ന തെറ്റിന് ക്ഷമിച്ചു കഴിഞ്ഞാൽ അയ്യൂബ് നബി അലൈഹിസ്സലാം ക്ഷമിച്ച കൂലിയുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതേപോലെ തന്നെ ആസിയ ബീവിയുടെ കാര്യം പറയുകയാണെങ്കിൽ അതും ക്ഷമയുടെ അങ്ങേയറ്റമാണ്. അല്ലാഹു തആല കൊടുത്ത പരീക്ഷണങ്ങളിലൊന്നാണ്. ഏറ്റവും ക്രൂരനായ ഫിറഔൻ ആസിയ ബീവിയെ വളരെ ക്രൂരമായാണ് ഉപദ്രവിച്ചത്. ആസിയ ബീവിയെ വധിക്കുന്ന സമയത്ത് കടാര പഴിപ്പിച്ചിട്ട് ഗുഹ്യസ്ഥാനത്തോടെ കുത്തിക്കയറ്റിയാണ് കൊലപ്പെടുത്തിയത്. അല്ലാഹു തആല അതിന്റെ വേദന അറിയിക്കാതിരിക്കാൻ വേണ്ടി അല്ലാഹു തആല ആസിയ ബീവിക്ക് വേണ്ടി വരച്ച ഫോട്ടോ, സ്വർഗത്തിലെ ഫോട്ടോ ആസിയ ബീവി മരിക്കുന്ന സന്ദർഭത്തിൽ ആസിയ ബീവിയെ കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ടാണ് ആസിയ ബീവി മരിച്ചത്. ഒരു വേദനയും അനുഭവിക്കാതെ വളരെ ഒരു കുഴപ്പവുമില്ലാതെയാണ് ആസിയ ബീവി മരിച്ചത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും ക്ഷമയുടെ പവർ എന്താണെന്ന്. വബശ്ശിരി സാബിരീൻ, അല്ലയോ നബിയെ, നിങ്ങൾ ക്ഷമിക്കുന്നവരിലേക്ക് ഒരു അറിയിപ്പ് കൊടുത്തേക്ക, ഒരു കാര്യം പറഞ്ഞേക്ക, ഞാൻ ക്ഷമിക്കുന്നവരുടെ കൂടെയാണെന്ന് അല്ലാഹു തആല പറയുന്നു. അല്ലാഹു നമ്മളെ നല്ല ക്ഷമയുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. എൻ്റെ കർത്തവ്യം ഇവിടെ ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ എന്ന പരിശുദ്ധമായ ഖുർആന്റെ ആയത്ത് കൊണ്ട് ഞാൻ ഈ വേദി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊള്ളുന്നു. വാഖിറു ദഅവാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.